നമസ്കാരം. വരുന്ന ലോകസഭയിൽ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ആർക്കെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് സമസ്ത AP വിഭാഗം നേതാവും ഹജ്ജ് കമ്മിറ്റി അംഗവുമായ കാസിം കോയ. ഈ വരുന്ന ലോകസഭയിൽ കേരളത്തിൽ നിന്നും CPM ഇടതുപക്ഷ MP-മാർ ജയിക്കണമെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ലീഗിനോ കോൺഗ്രസിനോ പൗരത്വ ഭേദഗതി പോലുള്ള വിഷയങ്ങളിൽ മുസ്ലിം സമൂഹത്തെ കൂടെ നിർത്താനോ സഹായിക്കാനോ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. CPM ഇടതുപക്ഷ പാർട്ടികൾ മുസ്ലിം സമൂഹത്തിൻ്റെ സംരക്ഷകരെന്നും കാസിം കോയ. പൗരത്വ ഭേദഗതിയിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ഭയചകിതരായിരുന്നുവെന്നും CPM-ഉം പിണറായി വിജയനുമാണ് കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ചതെന്നും പിണറായിക്കും ഇടതുപക്ഷത്തിനും പിന്നിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ സംരക്ഷിതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇത്തവണ CPM കേന്ദ്രത്തിൽ കൂടുതൽ MP-മാരെ എത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇത് മതേതര ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. ഇക്കുറി ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമെന്നും കാസിം കോയ. ഈ ഒരു തലമുറയോടുകൂടി ലീഗ് അപ്രസക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പൊന്നാനി ഇക്കുറി അട്ടിമറി നടക്കുമെന്ന് കാസിം കോയ കൂട്ടിച്ചേർത്തു. തോൽവി ഭയന്നാണ് ലീഗ് സ്ഥാനാർത്ഥികൾ മണ്ഡലം പരസ്പരം മാറിയതെന്നും അദ്ദേഹം പറയുന്നു. സമദാനി ഗുരുവായൂരിൽ പണ്ട് തോറ്റ ചരിത്രവും പറഞ്ഞുകൊണ്ടാണ് ലീഗിനും കോൺഗ്രസിനുമെതിരെ കാസിം കോയ ആഞ്ഞടിച്ചത്. സമസ്തയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് തന്നെയെന്ന് അദ്ദേഹം പറയുന്നു. ബില്ലുകൾ ലോകസഭയിൽ പാസാക്കുന്ന സമയത്ത് ലീഗ് MP-മാർ മുങ്ങുന്ന പതിവെന്നും രൂക്ഷമായ ഭാഷയിൽ കാസിം കോയ കുറ്റപ്പെടുത്തുന്നു. പൊന്നാനിയിൽ ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് സമസ്തയുടെ ആവശ്യപ്രകാരമെന്ന മുൻപ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതാണ് കാസിം കോയയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. 2004 മുസ്ലിം സമൂഹം വാജ്പേയിയെ അകറ്റി നിർത്തുവാൻ ഇടത് കക്ഷികൾക്ക് വോട്ട് നൽകിയത് കാരണമാണ് 18 സീറ്റുകൾ വരെ കേരളത്തിൽ നിന്നും ലഭിച്ചത്. അതേ സാധ്യത CPM-ന് ഇത്തവണയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇത്തവണ ഇടതുപക്ഷവും പിണറായി വിജയനും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം സമൂഹത്തിനോടൊപ്പം നിന്നത് CPM-നും ഇടതുപക്ഷത്തിനും വോട്ട് ലഭിക്കുവാൻ ഇടയാകുമെന്നും കരുതുന്നു. എന്തായാലും മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നത നേതാവായ സംഘടനയായ സമസ്തയും നേതാക്കളും ഇക്കുറി ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ തുറന്നു പറച്ചിൽ. പാർട്ടി പോലും 8 മുതൽ 12 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്ന ഈ സമയത്ത് മുസ്ലിം സമൂഹം CPM-നോടും ഇടതുപക്ഷത്തോടും കൂടി നിന്നാൽ നല്ലൊരു വിജയം തന്നെയായിരിക്കും ഇത്തവണ CPM-നും ഇടതുപക്ഷത്തിനും ലഭിക്കാൻ പോകുന്നത്.